ഹലോ ഗായ്സ്, നമ്മൾ ഇന്നലെ ടാക്കോയ്ക്ക് സമയത്തിനെതിരെ ഓടി ഞാൻ സക്സസ്ഫുള്ളി അവിടെ എത്തിച്ചെങ്കിലും ഫെയിലായിപ്പോയി. കാരണം ലോഡിങ് കമ്പനിയിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ ലോഡ് കയറ്റുന്ന സ്ഥലം അവിടെയല്ല, അവിടെ നിന്ന് വീണ്ടും ഒരു 10 കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ മാനേജറിന് മെസ്സേജ് ഇട്ടു, കാരണം എനിക്ക് ഇനി 12 മിനിറ്റ് കൂടെ ടൈം ബാക്കിയുള്ളൂ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അവിടെ എത്തത്തില്ല, ട്രാഫിക്കുമാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ലോഡ് ഇന്നലെ കയറ്റിയേ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് വയലേഷനാവും. അപ്പോൾ പുള്ളി പറഞ്ഞു വയലേഷൻ പ്രശ്നമില്ല, എന്തെങ്കിലും അങ്ങനെ ഫൈൻ വല്ലതും വരികയാണെങ്കിൽ കമ്പനി പേ ചെയ്തോളും. അങ്ങനെ എന്തായാലും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പിന്നെ വണ്ടി എടുത്തു, അവിടെ പോയി ലോഡ് കയറ്റിയില്ല. ഹെവി ലോഡായിരുന്നു, 10-12 ബെൽറ്റെല്ലാം അടിച്ച്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാൻ പിന്നെ പറ്റും, ബട്ട് വീഡിയോ നമുക്ക് അന്നേരം അതിനകത്ത് അലൗഡല്ല. അതുകൊണ്ട് പിന്നെ അതിനിടയിൽ ആ ഒരു ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ടൈമിൽ വയലേഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും ഓർമ്മയും വരില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ. എനിവേസ് അത് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇന്നലെ നെതർലാൻഡിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 7:30 ആയി. എനിക്ക് പാർക്കിംഗ് കിട്ടിയില്ല. എൻ്റെ ടോട്ടൽ വർക്കിംഗ് ടൈം 15 മണിക്കൂർ കൂടുതലായി. എല്ലാം കൂടി ഞാൻ ഇന്നലത്തെ ദിവസം ഡ്രൈവിംഗ് മാത്രം 11 മണിക്കൂർ 8 മിനിറ്റ് ഞാൻ ഡ്രൈവ് ചെയ്തു. വലിയൊരു വയലേഷനാണത്. അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ ഞാൻ വീണ്ടും പുറപ്പെട്ടു. അതിനിടയ്ക്ക് ഞാൻ ഒരു കാഴ്ച ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. മറ്റേ ഈ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഒരു എയർപോർട്ടിൻ്റെ റൺവേയുടെ അടിയിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. അവിടെ ഒരു ഫ്ലൈറ്റ് നിന്ന് തിരിയുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഏത് എയർപോർട്ടാണോ? നമ്മളിപ്പോൾ പാരീസ് കയറുക. സോ പാരീസ് എയർപോർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സാധനം ഇതിൻ്റെ മേലെ റൺവേ ആണ്. റൺവേയുടെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എന്നാണാവോ ഇങ്ങനത്തെ കൺസ്ട്രക്ഷനൊക്കെ വരിക. ഇതൊരു റൺവേ, അടുത്തതാ ഇതും ഒരു റൺവേയുടെ ഇതാണ് കേട്ടോ. ഇതും റൺവേ ആണ്, ഇതിൻ്റെയും അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇത് റൺവേ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാനിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് ഇതിൻ്റെ മേലെ കൂടെ നമ്മളെ ലാൻഡ് ചെയ്തതല്ല, ടേക്ക് ഓഫിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇത് പോകുമല്ലോ, അതാവോ പോകുന്നു, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്തതാണ്. പക്ഷേ എന്താ പറയുക, ലാൻഡ് ചെയ്ത് വന്ന ഫ്ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമല്ലോ, നമ്മളെ ഈ ട്രക്കൊക്കെ പോകുന്ന പോലെ വലിയൊരു സംഭവം ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത്. ഞാനത് കണ്ടപ്പോഴേ പെട്ടെന്ന് അയ്യോ റൺവേയുടെ അടിയിൽ കൂടെയാണോ പോകുന്നത് എന്നൊരു ചിന്തയിൽ ഞാൻ പെട്ടെന്ന് അന്നേരം വീഡിയോ എടുത്തതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് ഞാൻ പാരീസ് കയറുന്നതിന് മുന്നേ ഉള്ളൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, മേ ബി കാണുമായിരിക്കാം. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്തായാലും ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. സോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി, മേ ബി ഇതൊക്കെ ഒരുപാട് കണ്ട് തഴമ്പിച്ച് ഒരുപാട് പേരുണ്ടാവും. സോറി ഫോർ ദാറ്റ്. ഞാൻ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞാണ്. ഓക്കെ, എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് നാളെ പറയാം. ബൈ ബൈ.